പക്ഷെ അവിടെ നിന്ന് പല സ്ട്രീറ്റുകൾ പല വഴിക്ക് പോകുന്നതിന്റെ എല്ലാം ഓരങ്ങളിൽ വീടുകളാണ്. അതെല്ലാം കൃത്യമായ അകലത്തിൽ പണിതിരിക്കുന്നു. റോഡിൽ നിന്ന് കൃത്യമായ അകലം പാലിച്ച്, വീടുകൾ തമ്മിൽ കൃത്യമായ അകലം പാലിച്ച്, വീടുകൾക്കെല്ലാം ഏതാണ്ട് ഒരേ ഉയരം, ഏതാണ്ട് ഒരേ രൂപം. അങ്ങനെ ഒരു ജംഗ്ഷനിൽ രണ്ടാമത്തെ വീട്ടിലാണ് ഈ കുര്യാച്ചൻ ചേട്ടന്റെയും എൽസമ്മ ചേച്ചിയുടെയും ഒക്കെ വീട്. ഓരോ നേരം വീടിന്റെ മുമ്പിൽ കൂടി ഓരോ സ്ട്രീറ്റ് ഉണ്ട്. മറ്റേ സൈഡിലേക്ക് തിരിഞ്ഞ് വേറൊരു നേരെ വീട്, അതിന്റെ മുമ്പിൽ കൂടെ അടുത്ത സ്ട്രീറ്റ്. ഇങ്ങനെയാണ് വളരെ ഗ്രാഫ് പേപ്പറിൽ വരയിട്ടതുപോലെ ഇത് മുഴുവൻ. ന്യൂയോർക്ക് ഗൂഗിൾ മാപ്പിൽ നിന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാം. വളരെ അച്ചടക്കത്തോടെ, വളരെ കൃത്യമായിട്ട്. ഇത് എന്ന് നടന്നറിയോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1700കളുടെ അവസാനം 1800കളുടെ മധ്യകാലത്തും ഒക്കെ നിർമ്മിച്ച ന്യൂയോർക്ക് സിറ്റിയിലെ പ്ലാനിംഗ് ആണിത്. നമുക്ക് ഈ 2023 അതുപോലെ പ്ലാൻ ചെയ്ത് നഗരം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം. അന്ന് സ്ഥലം ഉണ്ടായിരുന്നു, എവിടെയും ആർക്കും വീട് പണിയാൻ പറ്റില്ലായിരുന്നു. അന്ന് തന്നെ അച്ചടക്കമുള്ള ഒരു നഗരാസൂത്രണം അവരുണ്ടാക്കി. അതിനകത്ത് ഡ്രെയിനേജ് സംവിധാനം, അതായത് ഓരോ വീട്ടിനും അവിടെ സെപ്റ്റിക് ടാങ്ക് ഇല്ല. അവരുടെയൊക്കെ വേസ്റ്റ്, ഓരോ വീട്ടിലെയും വേസ്റ്റ് ഒരു പൈപ്പിലൂടെ ഒരു സെൻട്രൽ ഒരു പൈപ്പ് ലൈനിലേക്ക് പോവുകയും അത് ഒരു പ്രധാനപ്പെട്ട ടോയ്ലറ്റ് വേസ്റ്റ് പ്രോസസ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് വെള്ളവും ഖരമാലിന്യമായിട്ട് വേർതിരിച്ച്, ഖരമാലിന്യം വേറെന്തോ സ്ഥലമായിട്ട് മാറുന്നു, വെള്ളം ഈ ചെടി നനയ്ക്കാനും മറ്റു കാര്യങ്ങളായിട്ട് പ്യൂരിഫൈ ചെയ്തെടുത്ത് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള സിസ്റ്റമാറ്റിക് ആണ് കാര്യങ്ങൾ. എല്ലാ വീട്ടുകാരും സെപ്റ്റിക് ടാങ്ക് കൊണ്ടുപോയി പറമ്പിൽ കുഴിച്ചിടുന്ന പരിപാടിയില്ല.